Anthropogenic influence on ecosystems. Homo sapiens has been instrumental in disrupting the ecosystems more than any other species that has ever existed in this biosphere. Through the ages, anthropogenic activities has been contributing to ecological disruptions directly and indirectly. ഈ ബയോസ്ഫിയറിൽ ഇന്നേ വരെ എന്തൊക്കെ ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി നശിപ്പിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ വന്ന കാലം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പീരീഡ്സിലും മനുഷ്യൻ്റെ കൈകടത്തലാണ് എക്കോളജിയുടെ ഡിസ്ട്രപ്ഷന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത്. അത് ഡയറക്റ്റ്ലി ആകാം, ഇൻഡയറക്റ്റ്ലി ആകാം. Modifying the environment to fit the needs of human society has led to disruptions of ecosystem in many ways. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും പ്രകൃതിയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു എക്കോസിസ്റ്റം നമ്മൾ നശിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഡിസ്ട്രപ്ഷൻസിന് കാരണമാകുന്നത്. Population growth, overconsumption, overexploitation, pollution, deforestation, habitat destruction, etc. are some examples. Many of these activities have started backfiring the humanity. Issues like global warming and biodiversity loss pose existential threat to human race. ഗ്ലോബൽ വാർമിങ്ങും ബയോഡൈവേഴ്സിറ്റി ലോസും ഒക്കെ ഇന്ന് ഹ്യൂമൻ റേസിൻ്റെ ഒരു എക്സിസ്റ്റൻസിന് തന്നെ ഭീഷണിയായിട്ടാണ് വരുന്നത്. ഇന്ന് മനുഷ്യന് നിലനിൽപ്പില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എല്ലാം പോകുന്നത്. Soil erosion. Soil is a non-renewable natural resource which has a central role in all ecosystems and helps to sustain life on the planet. Quality of soil is important in maintaining biodiversity of an ecosystem. Plants, the food providers for all other life forms, depend on soil for water and all nutrients. Healthy soil is a dynamic entity consisting of microorganisms such as bacteria, fungi, protozoa, worms and insects. മണ്ണ് ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഈ ഒരു മണ്ണിൽ ഇവിടുത്തെ ജീവജാലങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മണ്ണിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ്സ് ആണ് എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ. നമ്മുടെ ഫുഡ് ചെയിനിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നതാണ് പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഒരു ഫുഡ് വെബ് അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി അവിടെ പ്ലാന്റ്സ് വേണം. അവർ മണ്ണിന് വെള്ളത്തിന് വേണ്ടിയിട്ടും മറ്റു ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മണ്ണെന്ന് പറഞ്ഞാൽ അതിൽ ഫംഗസ്, പ്രോട്ടോസോവ, വോംസ്, ഇൻസെക്ട്സ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടാവും. Degradation of soil quality will eventually result in degradation of biodiversity and health of ecosystem as a whole. Soil erosion removes topmost fertile layer of the soil. Soil erosion occurs due to natural processes like wind, surface runoff, etc. But human activities have increased the rate and intensity of erosion. It is estimated that replenishment of an inch of topsoil will take approximately 500 to 1000 years. Soil erosion in hilly areas causes severe landslides and floods. Apart from draining the fertile topmost soil, erosion results in high sedimentation in dams, reservoirs, and rivers, decreasing their water carrying capacity. മണ്ണ് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിലുള്ള മണ്ണിൻ്റെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലെയർ നശിച്ചു പോകുന്നതിന് ഒരു കാരണമാകുന്നു. മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത് പല പല നാച്ചുറൽ പ്രോസസ്സ് വഴിയും കൂടെയാണ്. വിൻഡ്, റെയിൻ എക്സെട്ര. 1 ഇഞ്ച് മണ്ണുണ്ടാവണമെങ്കിൽ ഏകദേശം 500 മുതൽ 1000 വർഷങ്ങളോളം എടുക്കും. ഹില്ലി ഏരിയാസിലെ ലാൻഡ് സ്ലൈഡും വെള്ളപ്പൊക്കവും ഒക്കെ കാരണം സോയിൽ ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. ഫെർട്ടൈൽ ആയിട്ടുള്ള ടോപ്പ് സോയിൽ ഒലിച്ചു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ഡാമിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനും അങ്ങനെ വാട്ടറിന് ഒഴുക്കുണ്ടാവാതിരിക്കുകയും അങ്ങനെ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറയാനും കാരണമാവുന്നു. Human activities such as deforestation, overgrazing and overcropping increase soil erosion. Cutting down of large areas of forest leave large expanse of land barren and open. As human population increases, there is corresponding increase in deforestation due to overexploitation of forests and their resources and other anthropogenic activities.
An essential consequence of deforestation is increased soil erosion, leading to massive draining of the humus-rich topsoil that has been created by nature over thousands of years. Another impact of deforestation is wind erosion, by which upper soil particles are swept away by wind power. Overgrazing, overcropping, deforestation അങ്ങനെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം സോയിൽ ഇറോഷന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അതിനൊപ്പം തന്നെ അത്രത്തോളം തന്നെ കാട് നശിക്കുന്നുണ്ട്. നമ്മളെ കാട് നശിപ്പിച്ചത് കൊണ്ടും മണ്ണൊലിപ്പൊക്കെ വന്നതുകൊണ്ടും ഹ്യൂമസ് റിച്ച് ആയിട്ടുള്ള സോയില് അതൊരു 1000 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതാണ്. അത് ഒലിച്ചു പോകുന്നുണ്ട്. സോയിൽ ഇറോഷൻ കാരണം ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അനദർ വേ ഓഫ് സോയിൽ ഇറോഷൻ ഈസ് വിൻഡ് ഇറോഷൻ. വിൻഡ് കാരണവും സോയിൽ ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. വിൻഡ് കാരണം അപ്പർ സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ പോകുന്നുണ്ട്. Overgrazing by domesticated animals is another activity that leads to soil degradation and erosion. Grazing on a large area for extended periods of time without sufficient recovery periods will damage the surface soil and decrease the water percolation through soil. Dry soil with less vegetation becomes exposed to further erosion by wind and rain. It also reduces the productivity of the soil and leads to changes in ecosystem services and desertification. Destruction of native plant species will lead to decline in dependent species of animals, reducing the biodiversity considerably. ഡൊമസ്റ്റിക് ആനിമൽസ് കൂടുതലായിട്ട് ഗേസ് ചെയ്യുന്നത് കൊണ്ട് സോയിൽ ഇറോഷനും മണ്ണിന്റെ നശീകരണത്തിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഒരു റീക്രിയേഷൻ ടൈം കൊടുക്കാതെ വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മണ്ണിന്റെ സർഫസിലുള്ള സോയിൽ നശിച്ചു പോകും. വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റിയും കുറയും. വരണ്ടുണങ്ങിയ മണ്ണ് കാറ്റും മഴയൊക്കെ കൊണ്ട് ഒലിച്ചു പോകാനും ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ മണ്ണിന്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്നതിനും എക്കോസിസ്റ്റത്തിന് ഒരുപാട് ചേഞ്ച് വരാനും ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതൊരു മരുഭൂമി പോലെ ഒരു സ്ഥലമായിട്ട് മാറാനും കാരണമാകും. പ്രധാനമായിട്ടും ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുള്ള പ്ലാന്റ് ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് ആ ഒരു ചെടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ജീവി ഉണ്ടാവും. ആ ഒരു ജീവിക്ക് ആ ചെടി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചെടി അവിടെ നിന്ന് മുഴുവനായിട്ടും പോയി കഴിഞ്ഞാൽ ആ ജീവി തന്നെ ഇല്ലാതായി പോകും. അങ്ങനെ അതിനെ തിന്നുന്ന വേറൊരു ജീവിയും ഇല്ലാതെയാവും. അങ്ങനെ ആ ഒരു ഫുഡ് വെബിനെ തന്നെ ഇത് ബാധിക്കും. Overcropping or overcultivation is a human activity that has brought immense damage to soil worldwide. Excessive and continuous cultivation in an area without allowing the land to lie fallow between crops tends to degrade the soil quality, leading to erosion. Continuous farming reduces the soil ability to produce humus and makes it more dry and less fertile. The land becomes prone to erosion by wind and rain. Many farmers will add large quantities of chemical fertilizers in order to regain the fertility of soil, which will eventually change the chemical and microbiological profile of the soil. മനുഷ്യൻ അമിതമായിട്ട് വിളകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് മണ്ണിന് ഡാമേജ് സംഭവിക്കുന്നുണ്ട്. എക്സസീവ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടും ഒരേ ഏരിയയിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുകയും ആ ഒരു മണ്ണിന് വീണ്ടും ഒരു റീക്രിയേഷൻ ടൈം കൊടുക്കാതെ വരുമ്പോൾ ആ ഒരു മണ്ണ് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലിന്റെ ഏറ്റവും ടോപ്പിലുള്ള ലെയറിനെ ഹ്യൂമസ് എന്ന് പറയും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പ് ലെയർ ഓഫ് ഹ്യൂമസ് സോയിൽ ഉണ്ടാവാതെയാവും. അപ്പോൾ മണ്ണ് ഡ്രൈ ആയി പോകും. സോ പിന്നീട് ആ സ്ഥലത്ത് മണ്ണ് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും വരണ്ടുണങ്ങിയ സ്ഥലമായിരിക്കും ഏറ്റവും കൂടുതൽ സോയിൽ ഇറോഷന് കാരണമാകുന്നത്. അങ്ങനെ മനുഷ്യര് അവിടെ അവിടുത്തെ ഫെർട്ടിലിറ്റി ഒക്കെ കുറയുമ്പോഴത്തേക്കും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ആ മണ്ണിനെ വീണ്ടും നശിപ്പിക്കും. അങ്ങനെ അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിച്ചു പോകും. അങ്ങനെ അത് മൊത്തത്തില് അവിടെയുള്ള എല്ലാത്തിനെയും ബാധിക്കും. Climate change. Global climate change is a serious environmental phenomena that threatens the very existence of life in this planet. Climate of a region is defined as long-term averages and variations in weather measured over a period of several decades. Scientists agree that there has been a slow rise in Earth's average temperature over time. An Intergovernmental Panel on Climate Change (IPCC), a group of 1,300 independent scientific experts under the auspices of United Nations in its fifth assessment report in
2014 affirmed that there is more than 95% probability that human activities over the past 50 years have warmed our planet. This global warming of the planet can only be explained as the impact of human activities, especially by emissions from burning of fossil fuels and deforestation. Rapid industrialization, being integral part of modern civilization, has contributed substantially in raising atmospheric carbon dioxide levels from 280 parts per million to 414 parts per million in the last 150 years. ഇന്നത്തെ കാലാവസ്ഥ ചേഞ്ചൊക്കെ ഈ പ്രകൃതിയെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഭീഷണിയാണ്. ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് കുറേ ഡീക്കേഡുകളായിട്ട് എങ്ങനെ ആയിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് മെഷർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സയൻറ്റിസ്റ്റ് ഒക്കെ പറയുന്നത് എർത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചറിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടെന്നാണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് 1300 സയന്റിഫിക് എക്സ്പേർട്സ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ മേൽനോട്ടത്തിൽ അവരുടെ 2014 ഫിഫ്ത്ത് അസസ്മെന്റ് റിപ്പോർട്ടിൽ അവർ പറയുന്നത് 95% ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി മൂലമാണ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു മൊത്തം ഭൂമിക്ക് ചൂട് പിടിക്കാനുള്ള കാരണമായത്. കാട് നശിപ്പിക്കുന്നത് കൊണ്ടും പിന്നെ ഈ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വാതകങ്ങളൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നതും ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടാനും കാരണമാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞ ഒരു 150 വർഷം കൊണ്ട് 250 പാർട്സ് പെർ മില്യണിൽ നിന്ന് 414 പാർട്സ് പെർ മില്യണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. Greenhouse effect. A greenhouse is a glass chamber constructed around a garden or horticultural plant to hasten the plant growth by enhancing the heat trapped inside. The principle behind the greenhouse is that the glass is permeable to sunlight, whereas it is impermeable to heat. A part of the incoming sunlight is converted into heat energy, which in turn is trapped inside, unable to escape through the glass. Due to respiration by the plants, the carbon dioxide concentration also increases progressively within the greenhouse. This enhances photosynthesis. The temperature is further elevated by the absorption of heat energy by the carbon dioxide and water vapor. An analogous situation exists in our planet. പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ കൂടെ സൺലൈറ്റ് ഉള്ളിലെത്തും, പക്ഷെ ചൂടിന് പുറത്തേക്ക് കടക്കാൻ പറ്റൂല. പക്ഷെ അകത്തേക്ക് കയറുന്ന സൺലൈറ്റിന്റെ ഒരു പകുതിയെങ്കിലും ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് അകത്ത് ഉണ്ടാവുകയും പക്ഷെ അതിന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. സോ അതായത് സൺലൈറ്റ് ഗ്ലാസ്സിൽ കൂടെ അകത്ത് കയറും, അത് അവിടെ വെച്ച് കൺവേർട്ട് ചെയ്ത് ഹീറ്റ് എനർജി ആയിട്ട് മാറും. അങ്ങനെ അല്ലാതെ പുറത്തുള്ള ചൂട് അകത്തേക്ക് കയറത്തും ഇല്ല, അകത്തുള്ള ചൂട് പുറത്തേക്ക് പോവാനും പറ്റൂല. ഇനി അതിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ് അവരുടെ റെസ്പിറേഷൻ മൂലം കുറേ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ഈ ഗ്ലാസ്സിനകത്തേക്ക് കൊടുക്കും. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തുള്ള ചൂട് എല്ലാം കൂടെ ആയിട്ട് അതിൽ മൊത്തം ചൂടാവും. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലും അതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. The term greenhouse is used to indicate a heat trapping process caused by gases such as carbon dioxide, methane, nitrous oxide, etc., and water vapor in the atmosphere. These components of the air form a heating trap which is transparent to incoming solar radiation but prevents the heat energy from escaping the outer space. Thus, the Earth is said to be under the cover of gigantic greenhouse. The absorption of infrared heat generated by the Earth's surface warms the lower layers of the atmosphere, the troposphere. The warm troposphere re-emits the heat radiation back to the Earth's surface. കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസസ് ഇങ്ങനെ അകപ്പെട്ട് പോകുന്നതിനെ കാണിക്കുന്ന ഒരു ടേമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇതിൻ്റെ കൂടെ പ്രകൃതിയിലുള്ള വാട്ടർ വേപ്പർ കൂടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. എർത്തിൻ്റെ ഒരു മൊത്തം കവറിൽ ഒരു ജൈജാൻറ്റിക് ഗ്രീൻ ഹൗസ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഭൂമിയുടെ സർഫസ് ജനറേറ്റ് ചെയ്ത ഇൻഫ്രാറെഡ് ഹീറ്റ് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ ലെയറിനെ വാമാക്കി നിർത്തുന്നുണ്ട്. പക്ഷെ ട്രോപ്പോസ്ഫിയറിലെ ഈ വാമായിട്ടുള്ള ഹീറ്റിനെ അത് തിരിച്ച് എർത്തിലേക്ക് റീ എമിറ്റ് ചെയ്യുന്നുണ്ട്.
Greenhouse gases. There are five main greenhouse gases. They are carbon dioxide, methane, chlorofluorocarbons, ground level ozone, and nitrous oxide. Carbon dioxide contributes more than half to the greenhouse effect. There is natural emission of this gas from decomposition of organic matter, respiration from animal life, volcanoes, etc. But an extra 5,600 million tons of it is thrown up into atmosphere by human activities such as burning of coal and oil, firing of forests, etc. The other greenhouse gases, methane, ozone, CFCs, nitrous oxide, etc., together contribute about 45% of the greenhouse effect. These are, in fact, several times more potent than carbon dioxide in their efficiency as greenhouse gases. Thus, CFCs are 15,000 times more efficient than carbon dioxide, whereas nitrous oxide and methane are respectively 220 times and 2.5 times more efficient than carbon dioxide. But fortunately, the concentration of these gases in the atmosphere is very little. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ക്ലോറോഫ്ലോറോകാർബൺ, ഗ്രൗണ്ട് ലെവൽ ഓസോൺ, നൈട്രസ് ഓക്സൈഡ് ഇവയൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതിൽ കാർബൺ ഡയോക്സൈഡ് ആണ് ഒരു 55% ഗ്രീൻ ഹൗസ് എഫക്റ്റിനും കാരണം. ഏതെങ്കിലും ഒരു സാധനം ഇപ്പോൾ ചത്ത് ചീഞ്ഞ് കഴിഞ്ഞാലും അതിനെ ഡീകമ്പോസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് കുറച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും. പിന്നെ മനുഷ്യർ ശ്വസിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ വോൾക്കാനോസിൽ നിന്നും വരുന്നുണ്ട്. മനുഷ്യർ കാട് കത്തിക്കുന്നത് വഴിയും കോള് അങ്ങനെയുള്ള ബേണിംഗ് ഒക്കെ സംഭവിക്കുന്നത് വഴിയും കുറച്ച് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി കാർബൺ ഡയോക്സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രീൻ ഹൗസ് ഗ്യാസസും കൂടെ, അതായത് മീഥൈൻ, ക്ലോറോഫ്ലോറോകാർബൺ, നൈട്രസ് ഓക്സൈഡ് അവയെല്ലാം കൂടെ ഒരു 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവര് കാർബൺ ഡയോക്സൈഡിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഉണ്ട് ഇവർക്ക്. ഒരു 15,000 ഇരട്ടി കാർബൺ ഡയോക്സൈഡിനേക്കാളും ഹാനികരമാണ് CFC. നൈട്രസ് ഓക്സൈഡും മീഥേനൊക്കെ ഒരു 220 ടൈംസ് അല്ലെങ്കിൽ 2.5 ടൈംസ് കാർബൺ ഡയോക്സൈഡിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ നേച്ചറിൽ CFC ഒക്കെ വളരെ കുറവാണ്. The emission of heat-trapping gases such as carbon dioxide, methane, and nitrous oxide into atmosphere has contributed to enhance the greenhouse effect, which leads to increased temperature of Earth's atmosphere, land, and water. As the air gets warmer, it can hold more moisture. As water vapor is also a major greenhouse gas, it further increases the atmospheric temperature. Increase in global temperature has led to augmented melting rate and reduction in the polar ice cover. The reduction in polar ice cover reduces the measure of diffuse reflection of solar radiation out of the total solar radiation of Earth's surface, and more solar energy is absorbed by the polar region. This has increased the polar temperature at more than twice the rate of the rest of the world. Climate change increases drought periods and heat waves that inhibit plant growth.